ഹായ് ഫ്രണ്ട്സ്, RRBJ സീരീസിൻ്റെ ഡേ 1 തുടങ്ങി. അപ്പോൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടേബിളൊക്കെ ഒതുക്കി ഇതേ ഒരു ഷീറ്റൊക്കെ വിരിച്ചു. അതിനകത്ത് ടോം ആൻഡ് ജെറിയുടെ പിക്കാണ്. 90s കിഡ്സിന് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാർട്ടൂണായിരുന്നു ടോം ആൻഡ് ജെറി. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ഒരു ബോട്ടിൽ വെള്ളമാണ്. ഒരു ബോട്ടിൽ വെള്ളം ഞാൻ എപ്പോഴും കരുതിയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ദാഹിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് ഓടണ്ട. അതുപോലെ തന്നെ ബോറടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എല്ലാം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് പഠിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ഞാൻ ഒരു ബോക്സ് കളർ പെൻസ് എടുത്തു. കാരണം ഹൈലൈറ്റ് ചെയ്യാനായാലും ശരി, അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പെൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും ഞാനിത് വെക്കാറുണ്ട്. നെക്സ്റ്റ് ഞാൻ സിലബസ് നോക്കി. CBT 1 എന്തൊക്കെയാണ് വരുന്നത്, CBT 2 എന്തൊക്കെയാണ് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിലും അതിനകത്ത് സബ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നല്ലോണം നോക്കി. എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞ് ചാപ്റ്റർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ കാണും. പക്ഷേ എനിക്ക് ഒരു ടോപ്പിക്ക് കവർ ചെയ്തു എന്നുണ്ടെങ്കിൽ അത്രയും ഒരു കോൺഫിഡൻസ് കിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റും, എക്സാമിന് മുമ്പ് പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി. അങ്ങനെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതാണ് ക്ലോക്ക്. എനിക്ക് ഓൾറെഡി റേസിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, SSCയുടെയും RRBയുടെയും ഒക്കെ. അല്ലാതെ RRBJയുടെ സ്പെഷ്യലായിട്ട് ഒരു സബ്സ്ക്രിപ്ഷനും ഇല്ല. അപ്പം ഞാൻ യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ റേസിൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെയാണ് ഇത് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ബുക്ക് എടുത്ത് ഇൻഡെക്സ് നോക്കി ക്ലോക്ക് എന്നുള്ള ചാപ്റ്റർ എടുത്തു. അപ്പോൾ ചിലവർ പോർഷൻസ് മറിച്ച് നോക്കി എത്ര ഉണ്ട് പഠിക്കാൻ എന്നുള്ളത്. അപ്പോൾ ചിലർക്കത് നല്ലതാണ്, ചിലർക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയ്യോ ഇത്രയും ഉണ്ടല്ലോ, ചിലർക്ക് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ചെറിയ ചാപ്റ്ററാണ്, നേരത്തെ ഒരു ഊഹം ഉള്ളതുകൊണ്ട് ഞാൻ മറിച്ച് നോക്കി. അപ്പോൾ കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും നല്ല ട്രബിൾ ഉണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ളവർ പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ബോറടിക്കുമ്പോഴത്തേക്ക് പിന്നെ അത് ഡൗൺ ആക്കാനാണ് ചാൻസ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുഞ്ഞ് ചാപ്റ്റർ സെലക്ട് ചെയ്തത്. അതാകുമ്പോൾ പഠിത്തം ഒരു ഇൻട്രസ്റ്റ് മൂഡിലൂടെ തന്നെ കൊണ്ടുപോകാമല്ലോ. ഞാനൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാർജിൻ മടക്കി വെച്ചു. കാരണം ഫ്യൂച്ചറിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ, കുറച്ച് നാളോടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫയൽ ചെയ്യും. പിന്നെ അതിനെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫൈനൽ എക്സാമിൻ്റെ തലേന്ന് ഫുൾ ചാപ്റ്റർ ഇന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ കാൽക്കുലേറ്റർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ആവശ്യമില്ല. കളർ പെന്നൊക്കെ എടുത്ത് വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ ഓരോന്ന് എഴുതാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി കളർ പെന്നൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ റേസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെടുത്ത സമയത്ത് കുറച്ചൊക്കെ നോട്ട്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പണ്ട് ക്ലോക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതുകൂടെ എടുത്ത് വെച്ചു. നോട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇൻഡെക്സിൽ കണ്ടൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നോക്കാൻ എളുപ്പമാണല്ലോ. പേജ് നമ്പർ ഇട്ടിട്ടില്ല, ബട്ട് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്ത് വെച്ചാണ്. അങ്ങനെ ആ നോട്ടും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. ടെക്സ്റ്റുണ്ട്, നോട്ടുണ്ട്, പിന്നെ വീഡിയോ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നോട്ടും ടെക്സ്റ്റോ പഠിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. വല്ല ഡൗട്ട് വരുന്ന സമയത്ത് മാത്രം ഞാൻ വീഡിയോ ക്ലാസ് റെഫറൻസ് ചെയ്യും. എന്നിട്ട് ഷോർട്ട് നോട്ട്സ് പണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം പഠിത്തം അങ്ങ് തുടങ്ങി. Focus. You have to learn to focus. In this age of distraction, people who will focus will get successful. Simple. In this age of distraction, your clearing examination is very easy. Because most of the students are distracted. Isn't it? Only if you can maintain focus, you will get through. Because most people are downloading notes, you will read notes. Most people are downloading test series, you will write tests. Simple. If you follow this process, things will be smooth. പോർഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലെ എക്സസൈസൊക്കെ ചെയ്യും. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമല്ലോ, ചുമ്മാ പഠിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 90 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് എക്സാം ചെയ്യാൻ തുടങ്ങി. കാരണം 90 മിനിറ്റ്സ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എക്സാം ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിലല്ല, ഫസ്റ്റ് എക്സാം അല്ലേ.
അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പെട്ടെന്ന് ഈ ഇത്രയും 100 ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ്. എടുക്കേണ്ടതെന്ന് ജസ്റ്റ് ഗൂഗിളിൽ പോയി RRB JEE PYQ CPT 1 അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പല പല സൈറ്റ്സ് വരും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനകത്ത് പല ഇയേഴ്സിലെ പല ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് കാണും. സെലക്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാത്തവർ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തവർ PYQ ചെയ്യാൻ മടി കൂടാതെ നോക്കണം. സോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് മാത്രം മറക്കല്ലേ.